നമസ്കാരം. ഒരു ഇടവേളയ്ക്ക് ശേഷം മലയാള സിനിമയിൽ ചില തുറന്നുപറച്ചിലുകൾ നടന്നിരിക്കുകയാണ്. നമ്മൾ പ്രേക്ഷകർ സിനിമ കാണുന്നു, പോകുന്നു. അതിനപ്പുറം സിനിമയ്ക്ക് പിന്നിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവർക്കാണ് കൂടുതൽ പറയാനാവുക. ഇന്ന് നമ്മോടൊപ്പം ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനും സർവോപരി കലാകാരനുമായ ശ്രീ ടോമിൻ ജെ തച്ചങ്കരിയാണ് ഉള്ളത്. അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെതായ അഭിപ്രായങ്ങൾ പറയാനുണ്ടാകും. നമുക്ക് അത് ചോദിച്ചറിയാം. സാർ, ഇപ്പോൾ സിനിമ എന്ന് പറഞ്ഞാൽ എല്ലാവരും സമൂഹം ഉറ്റുനോക്കുന്ന ഒരു കലാരൂപമാണ്. സിനിമയിൽ എന്ത് നടന്നാലും അത് സമൂഹത്തിന് വലിയ താല്പര്യമുള്ള കാര്യമാണ്. ഇത്തരത്തിലുള്ള ചില വിവാദങ്ങളും മറ്റും വരുമ്പോൾ കൂടുതലായും ഇതിനെക്കുറിച്ച് അറിയാനും ആഗ്രഹമുണ്ടാവും. അപ്പോൾ ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ജയപരാജയങ്ങൾ സത്യത്തിൽ ആരെയാണ് കൂടുതലായി ബാധിക്കുക? ഞാൻ ചോദിക്കാൻ കാര്യം, നിർമ്മാതാക്കൾ ചില തുറന്നു പറച്ചിലുകൾ നടത്തിയിട്ടുണ്ട്. ഗതികേട് കൊണ്ടാണ് ഇങ്ങനെ പറയേണ്ടി വന്നതെന്നും അവർ പറയുന്നുണ്ട്. ഞാൻ 38 വർഷക്കാലം പോലീസിലിരുന്ന ഉദ്യോഗസ്ഥനാണ്. ഇപ്പോൾ റിട്ടയർ ചെയ്തിട്ട് 1.5 വർഷമായി. അപ്പം ഇവിടുള്ള എല്ലാ പ്രമുഖ നടന്മാരും എല്ലാ പ്രൊഡ്യൂസർമാരും എല്ലാം എൻ്റെ ഉറ്റ സുഹൃത്തുക്കളാണ്. അപ്പോൾ ഇത്തരം ഒരു വിഷയത്തിൽ ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ അവരെ വേദനിപ്പിക്കരുത് എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ അതേസമയം അങ്ങ് ആദ്യം പറഞ്ഞ പോലെ ഇന്ന് ലോകത്തും കേരളത്തിലും ഏറ്റവും ജനപ്രിയമായ ഒരു കലാരൂപമാണ് സിനിമ. ഏത് കലാകാരൻ്റെയും അന്തിമമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു പരമോന്നതമായിട്ടുള്ള ഒരു ആഗ്രഹമാണ് സിനിമയിൽ വരിക, അവരുടെ കല പ്രയോഗിക്കുക. അപ്പോൾ ഈ രംഗം നിലനിൽക്കണമെന്നുള്ളൊരു ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ചർച്ചകളും വരുന്നത്. സത്യത്തിൽ ഇങ്ങനെ ഒരു ചർച്ച വന്നത് നന്നായി. കാരണം ഏതെങ്കിലും ഒരു പുഴ ഇങ്ങനെ വലിയ രീതിയിൽ തുടർച്ചയായി ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ അടിയിലൂടെ ഒഴുകിപ്പോകുന്ന മണ്ണ് ആരും അറിയില്ല. അപ്പോൾ എവിടെയെങ്കിലും ഒരു തടസ്സം വരുമ്പോൾ, ഒരു വെള്ളപ്പൊക്കം വരുമ്പോൾ, അല്ലെങ്കിൽ അണക്കെട്ട് വരുമ്പോഴാണ് ആളുകൾ ഇതിനെക്കുറിച്ച് പഠിക്കുകയും പരിഹാര മാർഗ്ഗങ്ങൾ ചിന്തിക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ ഈ പറഞ്ഞ സംഭവത്തിന് ഒരു പരിഹാര മാർഗ്ഗം വേണം. അപ്പോൾ എന്നെ വ്യക്തിപരമായിട്ട് പറഞ്ഞെങ്കിൽ ആദ്യം പറഞ്ഞ പോലെ പോലീസ് ഓഫീസർ എന്നുള്ള നിലയിലും ഞാൻ കലാകാരനായിട്ട് അറിയപ്പെട്ടു. റിയാൻ സ്റ്റുഡിയോ ഉണ്ടായിരുന്നു. ഞാൻ അനേകം ആൽബങ്ങൾ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഡയറക്ടർ കം പ്രൊഡ്യൂസറായിരുന്നു. അപ്പോൾ അന്ന് തൊട്ടേ ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള ചില സംഭവങ്ങളാണ് ഇപ്പോൾ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു വർക്ക്, അന്നൊക്കെ ഞങ്ങളുടെ കാലഘട്ടത്തിലൊക്കെ ഡയറക്ടറാണ് ഫൈനൽ. അപ്പോൾ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ ഡയറക്ടറുടെ കലയായിട്ടാണ് വെച്ചത്. ഇന്നത് മാറി. നിങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇന്ന് താരത്തിൻ്റെ കലയായി മാറി. അപ്പം ആ ഷിഫ്റ്റ് വരാനുള്ള കാരണം ഇതിൽ അന്തർധീനമായിട്ടുള്ള ചില ന്യൂനതകളും പ്രശ്നങ്ങളുമാണ്. അപ്പോൾ അന്ന് ഞാൻ ഈ വർക്കുകൾ എടുക്കുമ്പം ഇങ്ങനെ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ തന്നെ എല്ലാ പ്രമുഖ ആർട്ടിസ്റ്റുകളും വിളിക്കും, ഒരു ചാൻസ് വേണമെന്ന് പറയും. ടെക്നീഷ്യൻസും വിളിക്കും, ചാൻസ് വേണമെന്ന് പറയും. ഈ ചാൻസിനുള്ള എഗ്രിമെൻ്റ് അങ്ങ് ഒപ്പിട്ടു കഴിഞ്ഞാൽ ഇവരുടെ സ്വഭാവം മാറി. ഞങ്ങൾ ഇന്ന ഹോട്ടലിലാണ് താമസിക്കുന്നത്, അവിടെ AC റൂമിന് ഇത്ര പൈസ കൊടുക്കണം, ബീഫ് പൊറോട്ട വന്നതിനകത്ത് ബീഫിനകത്ത് ടെക്നീഷ്യൻസ് അടക്കം ചെയ്യുമായിരുന്നു. അപ്പോൾ ഞാൻ ഓർക്കണം ഇതുവരെയുള്ള അല്ലല്ലോ ഇപ്പോൾ ഉള്ളത്. പക്ഷേ നമ്മളങ്ങ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണ്. കാരണം പിന്നെ ഈ കല അങ്ങ് പൂർത്തീകരിക്കുക എന്നുള്ളൊരു സംഭവമാണ്. പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായി ഇതങ്ങ് പൂർത്തീകരിക്കും. പലതും രക്ഷപ്പെട്ടിട്ടുണ്ട്, ചിലത് ഫ്ലോപ്പായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ വേറൊരു തലത്തിലേക്ക് ഇതെത്തി. ഇപ്പോൾ ഇവിടെ ഞാൻ അടിസ്ഥാനപരമായി കാണുന്നൊരു പ്രശ്നം, പല നിർമ്മാതാക്കളും അത്ര സാമ്പത്തികമായി നിർമ്മാതാവാനായിട്ടുള്ള പൈസ ഉള്ളവരല്ല. ഇപ്പോൾ ഒരു പടം ഒരു വലിയ താരത്തിൻ്റെ എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു കോൾ ഷീറ്റ് കിട്ടിയാൽ അത് വെച്ച് അയാൾ സിനിമാക്കാരുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കും, OTT-കാരുടെ കയ്യിൽ നിന്ന് മേടിക്കും, അതുപോലെ തന്നെ പലിശയ്ക്ക് പണം കൊടുക്കുന്നുണ്ട് കഴിക്കും. ഇപ്പം കേരളത്തിലെ സിനിമകളിൽ പ്രധാനമായിട്ടും 4-5 പേരാണ് ഈ ഫിനാൻസ് ചെയ്യുന്നത്. ഫിനാൻസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പക്ക പലിശയ്ക്ക്. അത് ഇപ്പം ഞാൻ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ്റെ MD ആയിട്ടിരുന്നിട്ടുണ്ട്. അന്ന് ഞങ്ങൾ സിനിമയ്ക്ക് പൈസ കൊടുത്തിട്ടുണ്ട്. ഞാൻ വരുന്നതിന് മുമ്പ് അന്ന് ഈ പറയുന്ന പുലിമുരുകൻ അടക്കമുള്ള പടങ്ങൾക്ക് പണം കൊടുത്തിരുന്നു. അന്ന് ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് 7 അല്ല 8%. പക്ഷേ ഈ പ്രൈവറ്റ് ഫിനാൻഷ്യൽസൊക്കെ മിനിമം 24%. അതായത് 1 ലക്ഷം രൂപയ്ക്ക് 2000 രൂപ ഒരു മാസം കൊടുക്കണം. അത് വെച്ച് ഈ സിനിമ നല്ല ഒരു സംഭവം വർക്കൗട്ട് ചെയ്തില്ല. അപ്പോൾ ഒരാൾ ഒരു 10 കോടി രൂപയുടെ ഒരു പടം പ്ലാൻ ചെയ്യാൻ അയാളുടെ ആക്ച്വലി 1 കോടിയേ കാണുള്ളൂ. ബാക്കി എല്ലാ ആളെയും മറ്റു രീതിയിൽ സമാഹരിക്കുന്നതാണ്. അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. ഒന്ന്, അപ്പോൾ യഥാർത്ഥത്തിലുള്ള കഴിവുള്ള ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള പ്രൊഡ്യൂസർ ചെയ്യുകയാണെങ്കിൽ പ്രശ്നങ്ങൾ വരത്തില്ല. അയാൾക്ക് കമാൻഡിങ് പവർ വരും. പണ്ട് നവോദയ അപ്പച്ചനോ അല്ല ഉദയൊക്കെ ചെയ്ത കാലത്തെ, മെരിലാൻഡ് ഒക്കെ ചെയ്ത കാലത്ത് ഞാൻ പറയുന്നത്. എൻ്റെ ചില പാട്ടുകൾ ഞാൻ ഓർത്തിട്ടുണ്ട്. അതൊന്നും പാടിയ ആൾക്കാരെക്കാൾ ഉപരി ആ പാട്ടിൻ്റെ തന്നെ രവ കൊണ്ട് രക്ഷപ്പെട്ടത്. അപ്പം ഒരു ക്രൈസ്തവ ഭക്തി ഗാനം, തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ നാവെനിക്കെതിരെ നാഥാന്നുള്ളൊരു പാട്ട് കേട്ടിട്ടുണ്ട്. ഇത് പാടിയിരിക്കുന്നത് എന്നെ തബല പഠിപ്പിച്ചൊരു ആളാണ്, കുട്ടിച്ചൻ അയാളുടെ പേര്. തൊടുപുഴയിലെ ഒരു സാധാരണ സംഭവത്തിൽ കുട്ടിച്ചൻ പാട്ടുകാരനാണെന്ന് ഞങ്ങൾക്കും അറിയത്തില്ല. ഞങ്ങളെ പഠിപ്പിക്കണപ്പോൾ പാട്ട് പാടാറുണ്ട്. പക്ഷെ ആ പാട്ടിൻ്റെ ഭംഗി കൊണ്ട് വലിയ ഗായകരൊന്നും അല്ല പാടി, ആ പാട്ട് എല്ലായിടത്തും നിൽക്കുക. പക്ഷേ ഈ പാട്ട് ഒരുപക്ഷെ യേശുദാസ് പാടിയാൽ ഇത്രയൊക്കെ തന്നെ നിന്നേ, അതിൽ കൂടുതൽ വന്നെന്നിരിക്കും.
അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത് നമ്മളെങ്ങനെ നമ്മളായെന്ന് ഓർക്കാതെ പലരും ചാടുന്നു. ഇതിലാണ് പ്രശ്നം വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇപ്പം ഞാൻ ഓർക്കുന്നു, ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സ് പറയാണ് താരങ്ങൾക്ക് ഇത്ര വില കൂട്ടാൻ പാടില്ല. ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സിന് വേണ്ടിയും താരമാകാമല്ലോ. ഇപ്പോൾ നടന്മാരങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, നടന്മാർ അവർ തന്നെ പ്രൊഡ്യൂസറാവുന്നു. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും നടന്മാരുടെ ഭാഗത്തു നിന്നും വലിയ ഒരു വിമർശനം ഇവിടെ നിങ്ങൾ ഏറ്റവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം, ആക്ടേഴ്സ് ഇങ്ങനെ പറയുമെങ്കിലും അവരോർക്കേണ്ട AI-യുടെ ആവിർഭാവമാണ്. ഈ AI-യുടെ ആവിർഭാവം ഇവരുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ ടോമിൻ തച്ചഗിരി എന്ന് പറഞ്ഞ വ്യക്തിക്ക് യാതൊരു സംശയമില്ല. കാര്യം ഞാനത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഹോളിവുഡിലും വിദേശ രാജ്യങ്ങളിലും സഞ്ചരിക്കുന്നുണ്ട്. കാര്യം AI-ക്ക് എന്ത് കാര്യങ്ങളും മാറ്റാം. ഇപ്പോൾ ഈ പറയുന്ന വഴക്ക് തന്നെ ഒരു 5 വർഷം കഴിഞ്ഞാൽ ഉണ്ടാകത്തില്ല. പിന്നെ ടെക്നീഷ്യൻ്റെ അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകളെക്കാൾ ഉപരി ടെക്നിക്കുകളുടെ AI-യുടെ ഒരു കാലഘട്ടമായി മാറും. തിരിച്ച് കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിനൊരു പരിഹാര മാർഗ്ഗം എന്താണെന്ന് ഇപ്പോൾ അങ്ങനെ ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ ഞാൻ ആലോചിച്ചു. എല്ലാവർക്കും ഇങ്ങനെ കുറ്റം പറയാം, എന്താണ് ഒരു പരിഹാര മാർഗ്ഗം? ഞാൻ ഓർക്കുകയാണ്, ഒരു സിനിമയിലേക്ക് ഇങ്ങനെ അനേകം ആൾക്കാരിങ്ങനെ ഈയാമ്പാറ്റകൾ പോലെ വരുന്നത് ഈ വെളിച്ചം കാണുമ്പോൾ ശലഭങ്ങൾ വരുന്ന പോലാണ്. അപ്പോൾ ശലഭങ്ങളുടെ വിചാരമല്ല ഈ വെളിച്ചം ഒരു വലിയ സംഭവമാണെന്നാണ്. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് സിനിമ ഇറങ്ങി പിറ്റേ ദിവസം തന്നെ 5 കോടി കളക്ട് ചെയ്തു, 10 കോടി കളക്ട് ചെയ്തു. ഈ വല്ലവരും പറഞ്ഞാൽ ഉടനെ അങ്ങേപ്പോലുള്ള പത്രക്കാരുമായിട്ട് അടുത്ത് അങ്ങ് വിഴുകുന്നു. ഒരുത്തം വിഴുങ്ങി, ഒരുത്തം പാടി, അടുത്ത എല്ലാ പത്രക്കാരും പാടി, പിന്നെ സംഘകാരമായി പാടി. ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്, ഞാൻ 1.5 വർഷം കൊണ്ടാണുള്ള യാത്രകൾ ചെയ്യുന്നത്, കേരളത്തിൽ ചുരുക്കമായിട്ടേ ഇപ്പോൾ കാണാറുള്ളൂ. അവിടെ ഞാൻ കണ്ടത് ഒരു സിനിമാ തിയേറ്ററിൽ ഭയങ്കര ഹിറ്റ് പടം ഓടുമെന്ന് പറഞ്ഞു. ഞാൻ ആ പടം കാണാൻ ചെന്നു. 350 സീറ്റുള്ള ആ സിനിമാ തിയേറ്റർ വിദേശത്താണ്, വെറും 10 പേരേ ഉള്ളൂ. അപ്പം ഞാനതിൻ്റെ എൻ്റെ ഓണറെ, മാനേജറെ കണ്ടു. ഭാഗ്യത്തിന് മലയാളിയായിരുന്നു, ഒരു ഗൾഫ് രാജ്യത്തായിരുന്നത്. അയാൾ എന്നോട് പറയായിരുന്നു, സാറേ ഈ വലിയ ഓട്ടം ഉണ്ടെന്നൊക്കെ പറയുന്നത് എനിക്ക് ഇത്രയും പേരെ ഇവിടെ വരുന്നുള്ളൂ. പക്ഷെ സാറേ ഈ കോവിഡിന് ശേഷമാണ് കുറേ സിനിമകൾ ഇങ്ങനെ വന്ന് നഷ്ടത്തിൽ പോയിട്ടുണ്ട്. അതായത് കഴിഞ്ഞ വർഷത്തെ ഇവരുടെ കണക്ക് പറയുമ്പം തന്നെ വലിയ നഷ്ടമാണ്. അതൊരുപക്ഷെ വലിയ താരമായി അഭിനയിച്ച സിനിമ പോലും പരാജയപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിർമ്മാതാക്കളെ സംബന്ധിച്ചിടത്തോളം താരങ്ങൾ വലുതോ ചെറുതോ എന്നുള്ളതല്ല, സിനിമ പരാജയപ്പെടുന്നു എന്നുള്ളതാണ് അൾട്ടിമേറ്റ്ലി അവർ. എനിക്ക് പറയാനുള്ളത്, ആരാണോ ഒരു കണക്ക് നിരത്തുന്നവൻ അയാളുടെ താല്പര്യത്തിനനുസരിച്ച് ലാഭനഷ്ടങ്ങൾ മാറ്റി കാണിക്കും. നിങ്ങൾ പ്രത്യേകം ഓർത്തോളൂ. ഉദാഹരണത്തിന് ഒരു പർട്ടിക്കുലർ പുലിമുരുകൻ ഞാൻ പ്രൊഡ്യൂസ് ചെയ്തതാണ്, ഞാനല്ല ഫൈനാൻസ് ചെയ്തത്. ആ പടം എത്ര ഹിറ്റായെന്നാണ് നിങ്ങളെല്ലാം പറഞ്ഞത്. അതിന് KFC എടുത്ത ലോൺ ഇതുവരെ അടച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ചോദിച്ചപ്പോഴാണ് പുള്ളി പറഞ്ഞ് പറയുന്ന പോലെ ഒന്നും അല്ലാന്ന്. പുള്ളി ഈ പ്രൊഡ്യൂസറുടെ കാര്യം ബുദ്ധിമുട്ടില്ല, എനിക്ക് പരിചയമുള്ള എൻ്റെ അടുത്ത നാട്ടുകാരനായിട്ടുള്ള, അപ്പോൾ അദ്ദേഹത്തെ വിഷമിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. അപ്പം അദ്ദേഹം ആ സമയത്ത് പ്രൊജക്റ്റ് ചെയ്ത ഒരു ഫിഗറുണ്ട്, ഇത് വലിയ ലാഭമായിരുന്നു അദ്ദേഹം പറഞ്ഞു. പക്ഷേ എൻ്റെ ഇന്ന് കടം മേടിച്ച് എൻ്റെ ഇടയ്ക്ക് വരുമ്പോൾ കാണിക്കുന്ന ഫിഗർ വ്യത്യാസമാണ്. സാറിപ്പോൾ പറഞ്ഞ പുലിമുരുകൻ പോലെയുള്ള സിനിമകളുടെ നിർമ്മാതാവിന് ഇതാണ് ഗതിയെങ്കിൽ അത് അത്ര പോലും ഇല്ലാത്തവരുടെ അവസ്ഥ എന്താകുമെന്നാണ് നിർമ്മാതാക്കൾ ഇപ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യം. നിർമ്മാതാക്കളുടെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഓർഗനൈസേഷൻ ആണെങ്കിൽ അവർ പറയേണ്ടത്, നമ്മൾ കോസ്റ്റിംഗ് ചെയ്യണം. കോസ്റ്റിംഗ് ചെയ്യുമ്പോൾ ഈ താരത്തിൻ്റെ വിലയും കൂടി ഇട്ടിട്ടുള്ള കോസ്റ്റിംഗ് ആയിരിക്കണം. അതിൻ്റെ ലാഭനഷ്ടങ്ങൾ യഥാർത്ഥത്തിലുള്ള ഡിക്ലെയർ ചെയ്യണം. അവരും എല്ലാ വലിയ ആർട്ടിസ്റ്റുകളും ഇച്ചിരി എക്സെൻട്രിക് ആയിരിക്കും, എല്ലാ ആർട്ടിസ്റ്റുകളും. ഞാൻ എക്സെൻട്രിക്കാണെന്ന് ഞാൻ കരുതുന്നത്, ആർട്ടിസ്റ്റ് അല്ല ഞാൻ. കാരണം ഇവരെല്ലാം അവരുടെ കംപ്ലീറ്റ് ശ്രദ്ധ അവളുടെ പടം നന്നാകണം, ഹിറ്റായില്ലെങ്കിൽ എൻ്റെ ജീവിതം പോയി, ആരാധകരെ പോയി. അപ്പോൾ അവരുടെ എല്ലാം ശ്രദ്ധയും ആരോഗ്യവും എക്സസൈസും ഫുഡും ചിന്തയും ഭാവനയും എല്ലാം ഒരു സ്ഥലത്തേക്ക് മാറുക. അപ്പോൾ അവരുടെ ബ്രെയിനിൻ്റെ മറ്റൊരു ഭാഗം വീക്കാവും. എക്സെൻട്രിക് എന്ന് പറയും. ലോകത്തിലെ എല്ലാ ആൾക്കാരുടെ കാര്യം ഓർത്ത് പോകും, എഴുത്തുകാരായിക്കോട്ടെ, എല്ലാവരും അവരുടെ ബാലൻസിങ് തെറ്റും. അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് നിൽക്കുന്നവരായതുകൊണ്ട് അവരെ അഡ്വൈസ് ചെയ്യുന്നൊരു ഗ്രൂപ്പുണ്ട്. അതാണ് ഇവിടുത്തെ ഒരു മെയിൻ പ്രശ്നം. എല്ലാ താരങ്ങളും ചിലർ അഡ്വൈസ് ചെയ്ത് വർഷങ്ങളായി അവരുടെ അഡ്വൈസ് സക്സസ് ആണെന്ന് കാണുമ്പോൾ അവരെ പെർമനൻ്റായിട്ട് എടുക്കുന്നു. അപ്പോൾ ആ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഒരു അഡ്വൈസിൻ്റെ ഒരു പ്രശ്നം കൊണ്ടും ഇതുണ്ടാകാം. ഇതിനൊരു ശാശ്വത പരിഹാരം എന്ന നിലയിൽ സാറ് പ്രത്യേകിച്ച് ഈ മേഖലയിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളായത് കാരണം എന്താണ് അതിന് ഒരു പരിഹാരം എന്ന നിലയിൽ നിർദ്ദേശിക്കാൻ പറ്റുക? ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ ചർച്ച ഈ സിനിമയ്ക്ക് ഗുണമേ ചെയ്യത്തുള്ളൂ, ദോഷം ചെയ്യുന്ന കരുതുന്നില്ല. കാരണം ഇതിനകത്തൊന്ന് എത്രയാണെന്ന് പറഞ്ഞാലും ശരി, 2 കൂട്ടരും ഇങ്ങനെ വാശി പിടിച്ച് നിൽക്കുമ്പോൾ അവർക്ക് ഇതിനകത്ത് സത്യം അറിയാം, നമ്മളെക്കാൾ എല്ലാം അറിയാം. കാരണം ഇവരിതെല്ലാം തമ്മിൽ ക്ലോസുമാണ്. ഈ പുറത്ത് ഇടതുപക്ഷവും വലതുപക്ഷവും വഴക്കടിച്ചാൽ അകത്ത് അവർ ക്ലോസാണെന്ന് എനിക്കറിയാം, എന്ന് പറഞ്ഞാൽ പരിചയമുണ്ട്. അപ്പോൾ ഇതിലേക്കൊരു മാറ്റം വേണമെന്നുള്ളത് സംശയമറ്റ കാര്യമാണ്. കാരണം കോവിഡ് സമയത്ത് ഇതിന് വലിയ മാർക്കറ്റ് ഉണ്ടായിരുന്നു. ആ മാർക്കറ്റ് വെച്ചിട്ടാണ് ഈ OTTയും കാര്യങ്ങളും മുങ്ങി നമ്മൾ. OTTക്കാരെല്ലാം വില കുറച്ചു. അപ്പോൾ അതുകൊണ്ട് ഇവരുടെ വില കുറച്ചേ പറ്റൂ. ഈ താരങ്ങളെല്ലാം കുറയ്ക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാര്യം അവർക്കും ഈ പ്രൊഡ്യൂസർ ഉണ്ടായാലല്ലേ അവരുള്ളൂ, ചുവരുണ്ടായാലല്ലേ ചിത്രം എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനായിട്ട് കുറയ്ക്കത്തില്ല,
മൊത്തത്തിൽ എല്ലാവരും കുറയ്ക്കട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എ എന്ന് പറയുന്ന കഥാപാത്രം കുറച്ചു, ബി വലിയ കൂട്ടമായിട്ട് അർത്ഥം ഇയാൾക്ക് വലിയ പണിയില്ല, അതുകൊണ്ട് അയാൾ റേറ്റ് കുറച്ച് തന്നിരിക്കും. റേറ്റ് കൂടുതലുള്ളപ്പോഴാണല്ലോ അയാൾക്ക് വില കൂടുതലുണ്ടെന്ന് പറയുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ നടൻ ആരാന്ന് ചോദിച്ചാൽ ഏറ്റവും റേറ്റ് മേടിക്കുന്നതിൻ്റെ പേരാ പറയുന്നത് അല്ലേ? അല്ലാതെ എത്ര അപ്പൊ അതിൽ ആരാണ് ഈ മാതൃക കാണിക്കേണ്ടതെന്നാണ് സാറിന്റെ അല്ല, അവരെ സംബന്ധിച്ചോളം താരങ്ങളെല്ലാം ഞാൻ പറഞ്ഞല്ലോ, ഒരു ചില്ലിൻ കൂട്ടിൽ ജീവിക്കുന്നവരാണ്. അവർ യഥാർത്ഥത്തിലുള്ള ജനങ്ങളുമായിട്ട് അങ്ങനെ അടുക്കത്തില്ല, ഇങ്ങനെ കൈയൊക്കെ കാണിച്ചാലും. അപ്പോൾ അവരെ നിയമവ്യവസ്ഥയിൽ കൂടെ മാറ്റാൻ പറ്റും, അവരെ അഡ്വൈസ് ചെയ്യുന്നവരോട് മാറ്റാൻ പറ്റും, പബ്ലിക് പ്രഷർ വഴി മാറ്റാൻ പറ്റും. ഈ പബ്ലിക് പ്രഷറാണ് നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാധ്യമങ്ങൾ വഴിയും ചർച്ചകൾ വഴിയും ആളുകൾ ഇതിനെതിരാണെന്നറിയുമ്പോൾ അവർ തീർച്ചയായിട്ടും മാറും. കാരണം എനിക്ക് തന്നെ ഇപ്പോൾ ഉറച്ച വിശ്വാസമുണ്ട്, ഈ ചർച്ചകൾക്ക് ശേഷം ഇവിടെ റേറ്റ് കുറയും. എന്തായാലും സിനിമ നിലനിൽക്കട്ടെ. ഇത്രയും നേരം സംസാരിച്ചതിന് നന്ദി. താങ്ക് യു.